വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോട്ട്സ്റ്റാർ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് GTA 5 മൊബൈലിൽ കളിക്കാൻ പറ്റുമോ ഇല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ GTA 5 നമ്മളെ മൊബൈലിൽ കളിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ സെർച്ച് ചെയ്തു. നമ്മൾ യൂട്യൂബിൽ പോയിട്ട് ഹൗ ടു ഡൗൺലോഡ് GTA 5 ഇൻ ആൻഡ്രോയിഡ് എന്ന് സെർച്ച് ചെയ്യുമ്പം ഇഷ്ടം പോലെ ഗെയിം വരും. അത് 100% വർക്കിംഗ് ആണ്, അത് ഇങ്ങനെ ചെയ്ത് അപ്പം നിങ്ങളും അതേപോലെ വീഡിയോ കണ്ട് ലാസ്റ്റ് ചെയ്യുമ്പോൾ എറർ വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് 100% ഫേക്കാണ്. അവരുടെ PC-ന്ന് അവർ മൊബൈലിലോട്ട് മിറർ ചെയ്യും. അതായത് ഒരു എക്സ്റ്റേണൽ മോണിറ്റർ പോലെ അത് മിറർ ചെയ്ത് ഒരു റിമോട്ട് പോലെ ആക്കി കളിക്കും. അപ്പം അതിലും കാണാം നമുക്ക്. എന്നിട്ട് അതിന് അവർ വീഡിയോ എടുത്ത് ഇടും. നിങ്ങൾ വിചാരിക്കും അത് ഒറിജിനലാണ്, അതുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ അത് സത്യത്തിൽ അത് ഫേക്കാണ്. അപ്പോൾ നമ്മളെ ടോപ്പിക് എന്ന് വെച്ചാൽ അത് കളിക്കാൻ പറ്റുമോ ഇല്ലേ. ഞാൻ ബാക്കിയുള്ള ആളുകളെ പോലെ ഒന്നും പറയാനില്ല ഗൈസ്. അതുകൊണ്ട് അടുത്ത് പറഞ്ഞുതരാം. നമ്മളെ ഫസ്റ്റ് GTA 5 മൊബൈലിൽ റിലീസ് ചെയ്യാത്തതിൻ്റെ ഫസ്റ്റത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മൊബൈലിൽ അതിന് താങ്ങാനുള്ള സ്റ്റോറേജ് സിസ്റ്റം ഉണ്ട്. എന്നാലും 80% ഓഫ് ആളുകളുടെ അടുത്തുള്ള ലോ എൻഡ് ഡിവൈസസാണ്. അതുകൊണ്ട് അവർക്കൊന്നും കളിക്കാൻ പറ്റൂല. ഇപ്പം ബൈ ചാൻസ് അത് അവർ മൊബൈൽ റിലീസായിക്കുന്നതന്നെ വെച്ചോ, അത് 60 GB ഉള്ള ഗെയിമാണ്. അത് ഒരു കുറഞ്ഞൊരു 50 അല്ലെങ്കിൽ 30 GB വെച്ച് നിങ്ങൾ എത്ര പേര് ഒരു 10 GB മുകളിലുള്ള ഗെയിമായിട്ട് കളിച്ചിട്ടുണ്ട് നിങ്ങളെ മൊബൈലിൽ? നേരെ PUBG പോലും ചില മൊബൈലിലുള്ളതൊന്നും സപ്പോർട്ടാവില്ല. PUBG BGMI അങ്ങനത്തെ സമയത്താണ് ഈ GTA 5. നമുക്ക് ഇത് കളിക്കാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മളെ മൊബൈലുകൾ നമ്മളെ ഒരു 80% ആളുകളും കുറച്ച് ഹൈ എൻഡ് ഡിവൈസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് അവർ GTA 5 റിലീസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അവർ റിലീസ് ചെയ്യേണ്ട വേറൊരു കാരണം എന്ന് വെച്ചാൽ, ഈ ആൻഡ്രോയിഡ് റിലീസ് ചെയ്യുമ്പം അവർ ബാക്കിയുള്ള ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ ക്രാക്ക്ഡ് കയറ്റി കളിക്കാമെന്നാണ്. ക്രാക്ക്ഡ് നിങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ അത് കിട്ടുമ്പോൾ നമ്മൾ അവർ പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഗെയിം റിലീസായ പിറ്റേ ദിവസം കൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യും GTA 5 ക്രാക്ക്ഡ് വെർഷൻ ഹൗ ടു ഡൗൺലോഡ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് വലിയ ലാഭവും കിട്ടാനില്ല. പിന്നെ ഭാവിയിൽ അവർ GTA San Andreas ഒക്കെ റിലീസ് ചെയ്ത പോലെ ചിലപ്പോൾ റിലീസ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള ഗെയിമാണ്. എന്തായാലും അത് വരാതിരിക്കുമല്ലോ. പക്ഷെ കുറച്ച് ടൈമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്കത് കളിക്കേണ്ടി വരും. പിന്നെ നമുക്കത് കളിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് പല ക്ലൗഡ് ഗെയിമിംഗ് ആപ്സ് ഉണ്ട്. ക്ലൗഡ് ഗെയിമിംഗ് ആപ്സ് എന്ന് പറയുമ്പം ലൈക്ക് ചിക്കി, പിന്നെ Game.cc, ജിയോ ക്ലൗഡ് ഗെയിമിംഗ്, ഇതിലൊക്കെ നമുക്ക് GTA 5 കളിക്കാൻ പറ്റും. അത് ഒരിക്കലും മൊബൈലിൽ കയറ്റി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കണമല്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു സെർവറിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് നമ്മളെ ഫോണിലോട്ട് മിറർ ചെയ്ത് ആക്കണയാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് കളിക്കുമ്പോൾ നല്ല നെറ്റ്വർക്ക് കണക്ഷൻ വേണം. പിന്നെ ഇതിൻ്റെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ, ഇതിന് നല്ല ടൈം ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് കളിക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് അഥവാ അത് ഹൗ ടു ചിക്കിയിൽ എങ്ങനെ കളിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ഇട്ടാൽ ഞാൻ വീഡിയോ ചെയ്തുന്നതായിരിക്കും. അപ്പം അതായത് ഇപ്പം നമുക്ക് GTA 5 എന്തായാലും വരും. നമുക്ക് കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് GTA 5 കാട്ടിയും വലിയ ഗെയിംസ് ഒക്കെ മൊബൈലിൽ കളിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് കാലം ടൈം വെയിറ്റ് ചെയ്യണം. നമ്മളെ മൊബൈൽസിൽ ഇത് ഇപ്പോഴത്തുള്ള 80% ഓഫ് ആളുകളും ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഡിവൈസസ് ആണ് യൂസ് ചെയ്യണത്. ബാക്കി 20% ആളാണ് ഹൈ എൻഡ് ഡിവൈസൊക്കെ യൂസ് ചെയ്യണത്. അപ്പം
അത് മാറി നമ്മൾ തിരിച്ചത് ഏകദേശം എല്ലാവരും നമ്മൾ ഹൈ എൻഡ് ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തായാലും നമുക്കത് മൊബൈലിൽ കളിക്കാൻ പറ്റും. എനിക്കിത് റിലീസായാൽ തന്നെ എനിക്കിത് കളിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ അടുത്തൊരു ലോ എൻഡ് ഡിവൈസാണുള്ളത്, എനിക്കത് കളിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം കുറച്ച്. ഇപ്പോൾ അവർ GTA 6 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് GTA 5 ഒക്കെ ആകുമ്പം ചിലപ്പോൾ GTA 6 റിലീസ് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പം GTA 5 നമ്മൾ മൊബൈലിൽ റിലീസാവുമെന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ GTA 4 ഇതുവരെ മൊബൈലിൽ വന്നിട്ടില്ല. ലാസ്റ്റായിട്ട് വന്ന GTA San Andreas ആണ്. നമ്മൾ അപ്പം ചിലപ്പോൾ ഒരു GTA 6 റിലീസ് ചെയ്തിട്ട് അടുത്ത് ചിലപ്പോൾ GTA 4 ആയിരിക്കും റിലീസ് ചെയ്യണം, പറയാൻ പറ്റൂല. കാരണം പക്ഷേ ബൈ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ GTA 4 ഭയങ്കര ഫിസിക്സ് ഉള്ളൊരു ഗെയിമാണ്. അത് നമ്മളെ മൊബൈലിൽ കൊണ്ടുവരുമ്പോൾ ഭയങ്കര കാര്യങ്ങൾ കുറച്ച് ഒരുമാതിരി അതിൻ്റെ എല്ലാം പോവും. അപ്പോൾ അത് ബൈ ചാൻസ് അവർ GTA 5 റിലീസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. നിങ്ങൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ അത് മൊബൈൽ വേണം.